ഏതാ മൂട് ഏതാ സസ്പെൻഷൻ ഇല്ലേ? സസ്പെൻഷൻ മുതലുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൈവേയിൽ പോയപ്പോഴാണെങ്കിലും ബോഡി റോളിങ്ങോ അല്ലെങ്കിൽ നമുക്കൊന്നും എടുത്തിട്ടില്ല, അത്ര സോഫ്റ്റ് ആണെങ്കിലും. അതാണ് 1941 കാലഘട്ടങ്ങളിൽ മിലിറ്ററി പർപ്പസ് വാഹനമായ വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മളെ ബില്ലീസ് പ്രൊഡക്ഷൻ കുറിച്ചുകൊണ്ടാണ് നമ്മുടെ ജീപ്പ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇത്രയധികം ശ്രദ്ധ നേടുന്നതും ഇത്രയധികം പോപ്പുലർ ആവുന്നതും. ഈ DNA പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജീപ്പിന്റെ ഒരു ലെഗസി ഒക്കെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരിന്നും അവരുടെ വാഹനങ്ങളിൽ ആ ഒരു ലെഗസിയും ആ ഒരു DNA കീപ്പ് ചെയ്യുന്നുള്ളത് വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും വലിയ നിർമ്മാതാക്കളായിട്ട് പോലും അവർ ഹാച്ച് ബാക്കോ അല്ലെങ്കിൽ സെഡാനോ ഒന്നും ഇന്നും പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. അവർ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള കുറച്ച് SUV മാത്രമാണ്. അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ജീപ്പിന്റെ കോമ്പസ് ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ മേടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഫാമിലി കംഫർട്ട് ഉള്ള ഇന്ത്യയിൽ മേടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ജീപ്പിന്റെ കോമ്പസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അതായത് ഇന്ത്യയിൽ ഇത്ര അൺറേറ്റഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു വാഹനം വേറെ ഉണ്ടോന്ന്, അതായത് ഈ സെഗ്മെന്റിൽ. കാരണം എന്താ വെച്ചാൽ ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ ഇത് ഓടിച്ചിട്ടുള്ള ഒരാൾ ഒരിക്കലും ഈ ഒരു കാറ്റഗറിയിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീപ്പിന്റെ കോമ്പസിന് മിസ് ഔട്ട് ചെയ്യില്ല. അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. നമ്മളെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ശരിക്കും ആദ്യം എഞ്ചിനെ പറ്റി പറയണം. അതായത് ഇതിൽ വരുന്നത് നമ്മുടെ ഫിയറ്റിൻ്റെ 2 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനാണ്. അതായത് മൾട്ടിജെറ്റ് എഞ്ചിൻ്റെ ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഇന്ത്യയിൽ ഇപ്പം 2 ലിറ്റർ ആണെങ്കിലും അവരുടെ 1.3 ലിറ്റർ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇന്ത്യയിൽ ഇത് വേറെയും വണ്ടികളിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതിലിപ്പോൾ ഇരിക്കുന്ന 2 ലിറ്റർ ആണെങ്കിലും. കാരണം ഈ മൾട്ടിജെറ്റ് എഞ്ചിനുകളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അതായത് ഡീസൽ എഞ്ചിൻസ് കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കുറവാണ്. മാത്രമല്ല അത്യാവശ്യം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി തരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു 14-15 ആവറേജ് മൈലേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ കൺസിഡർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അതായത് ഇപ്പം ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ല എന്നുള്ളൊരു പേരിൽ ഈ വണ്ടീനെ നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം അതുപോലെ തന്നെ ഈ വണ്ടി വളരെ എന്താ പറയുക മെയിൻ്റനൻസ് ഹൈ ആണെന്നുള്ളൊരു അഭിപ്രായം ഒരുപാട് പേർക്കുണ്ട്. അതിനെപ്പറ്റി പറയാന്നുണ്ടെങ്കിൽ നമ്മൾ സർവീസ് ടീമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8,000 rupees ആണ് ഇതിൻ്റെ ഒരു പീരിയോഡിക് സർവീസിനുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അത് വലിയൊരു കോസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല എനിക്ക്. ഇപ്പം ഒരു ജാപ്പനീസ് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹൈ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ വണ്ടി ഓടിച്ചിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ ഒരു എന്താ പറയുക മെയിൻ്റനൻസ് കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ലക്ഷറി കാറിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ നിസാരമായിട്ടുള്ള പൈസയാണ് വരുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ശരിക്കും എന്താ പറയുക ഡ്രൈവ് ഫീൽ അടിപൊളിയാണ്. ഇനിയിപ്പം നെഗറ്റീവ് പറയുന്ന മെയിൻ്റനൻസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്മിഷനാണ്. ഈ 2 ലിറ്ററിൽ വരുന്നത് ഒരു 9 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതുപോലെ തന്നെ മാനുവൽ ആണെങ്കിൽ ഒരു 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന വേരിയന്റ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക്കിനെ പറ്റിയിട്ട് എടുത്ത് പറയേണ്ടത് അത്യാവശ്യം നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് തന്നെയാണ്. അതായത് നിങ്ങളിപ്പം ഒരു CVT അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു AMT ഒക്കെ ഓടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ക്വിക്കായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങനെ ലാഗ് ആയിട്ടൊന്നും പറയാനില്ല. വണ്ടി അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. നമ്മൾ എന്താ പറയുക കോമ്പസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പം എന്താ പറയുക ഒരു ജീപ്പിൻ്റെ ഒരു ലൈനപ്പിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പം അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു SUV ഫീലൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഇതൊരു ഫുൾ സൈസ് SUV ഒന്നും അല്ല. പക്ഷേ ഇതിൽ കയറിയിരിക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് XUV ഒരു ഫീല് കിട്ടുന്നുണ്ട് സീരിയസ്ലി. അതായത് ഇതിൻ്റെ ഒരു സിറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും അതായത് ശരിക്കും കമ്പയർ ചെയ്ത് തന്നെ പറയാം. അതായത് ഈ ഒരു പ്രൈസ് ടാഗിലുള്ള വേറൊരു വണ്ടീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പല വണ്ടികൾക്കും ഇത്ര നല്ലൊരു സ്റ്റാൻഡിംഗ് പൊസിഷൻ ഇല്ല, സീരിയസ്ലി ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പ്രൈസ് കൂടി പറയാം. അതായത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സ്പോട്ടിന് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത്ര എന്താ പറയുക അതായത് ഫീച്ചേഴ്സ് കുറഞ്ഞിട്ടുള്ളൊരു വാഹനമായിട്ട് വിചാരിക്കേണ്ട. കാരണം ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പോട്ടിൽ വരുന്നുണ്ട്. 4x4 ഒന്നും ഉണ്ടായിരിക്കില്ല, അത്രേ ഉള്ളൂ. ഇപ്പം സ്പോട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ആക്ച്വലി സ്പോട്ടിന്റെ വില എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് ഏകദേശം 28 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പം ഇപ്പം ഈ ഒരു മാസത്തേക്ക് ഓഫറായിട്ട് നമ്മൾ ഏകദേശം 24 ലക്ഷം രൂപയ്ക്കാണ്
നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കാം. അപ്പം നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എറണാകുളത്തുള്ള നമ്മുടെ പിനാക്കിൾ മോട്ടോഴ്സിൻ്റെയാണ്. അപ്പം പിനാക്കിളിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസം എടുക്കാന്നുണ്ടെങ്കിൽ ഏകദേശം സ്പോട്ട് നിങ്ങൾക്കൊരു 24 ലക്ഷം രൂപയ്ക്കൊക്കെ മേടിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം 24 ലക്ഷം രൂപയ്ക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും വാല്യൂ ഫോർ മണിയാണ്. കാരണം 24 ലക്ഷം രൂപയ്ക്ക് ഇപ്പം പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ വേറൊരു വണ്ടിയിൽ എടുക്കാൻ മേ ബി നിങ്ങൾക്ക് ഇതിനൊക്കെ കുറച്ചും കൂടി ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ചിലപ്പോൾ ഹൈബ്രിഡ് വേരിയന്റുകളൊക്കെ കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ, ഈ ഒരു SUV സ്റ്റാൻഡിങ് ഈ ഒരു പ്രൈസിൽ കിട്ടുന്ന വേറെ വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ ഇല്ല, സീരിയസ്ലി ഇല്ല. അത് ശരിക്കും ഇത് ഡ്രൈവ് ചെയ്താലോ അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്താലോ മാത്രമേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അവിടെ സീരിയസ്ലി പറയാന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്താ പറയാ സസ്പെൻഷൻ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നല്ല അടിയുള്ള ഇതാണ്. ശരിക്കും നമ്മൾ വേറെ വണ്ടിയിൽ വരുമ്പോൾ അത് ഫീൽ ചെയ്യാം. ആക്ച്വലി നല്ല രീതിയിൽ സസ്പെൻഷൻ ഇത് എടുക്കുന്നുണ്ട്. അതാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഓഫ് റോഡ് കംഫർട്ടിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്താ പറയാ, റിയൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാണിച്ചിരുന്നത്. നല്ല കമാൻഡിങ് പൊസിഷൻ ഉണ്ട്, സീരിയസ്ലി. അതായത് ഇപ്പം കുണ്ടിലിരിക്കുന്ന ഫീൽ അല്ല, ജീപ്പ് ഓടിക്കുന്ന സമയത്ത് ശരിക്കും എന്താ വെച്ചാല് ഒരു കമാൻഡിങ് പൊസിഷൻ ആണ്. അതായത് എന്താ പറയാ, നമ്മളിപ്പം ഈ ഒരു സെഗ്മെന്റിലുള്ള വണ്ടികൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡിങ് പൊസിഷൻ ആണ്, ഒരു കമാൻഡിങ് പൊസിഷൻ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്, ഒരു പ്രോപ്പർ ആ ഒരു SUV DNA കറക്റ്റ് ഉണ്ട്. നമ്മുടെ ജീപ്പ് കോമ്പസ് നമ്മളിപ്പം പല ടെറൈൻസിൽ ഓടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡ് പോയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ സിറ്റിയിൽ ഓടിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഹൈവേയിലും ക്രൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഓവറോൾ നമ്മൾ പറയുന്ന സമയത്ത് ഒരു ഓവറോൾ വണ്ടി ഗുഡാണ്. കാരണം ഇനിയിപ്പം ഫ്യൂവൽ എഫിഷ്യൻസി എടുക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്യൂവൽ എഫിഷ്യൻസി വണ്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു റൈഡ് ക്വാളിറ്റി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഡൈനാമിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബെറ്ററാണ്. നമുക്ക് പ്രോപ്പറായിട്ടൊരു ഫുൾ സൈസ് SUVയുടെ തന്നെ ഒരു ഫീല് തരുന്നൊരു വാഹനം തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ എന്താ പറയുക, ജീപ്പ് കോമ്പസിൻ്റെ സേഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സേഫ്റ്റി കൺസേൺ ഉള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ജീപ്പ് കോമ്പസ്. കാരണം എന്താ വെച്ചാൽ ഏകദേശം 60+ സേഫ്റ്റി ഫീച്ചേഴ്സ് അടങ്ങുന്ന വാഹനമാണ് നമ്മുടെ കോമ്പസ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയുടെയും സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഒരുപാടധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ ജീപ്പ് എന്ന് പറയുന്നത്. അപ്പം 6 എയർ ബാഗൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി സൈഡിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് റോഡ് പോയ സമയത്ത് നമുക്ക് സസ്പെൻഷൻ പോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത കാര്യമാണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ ജീപ്പ് കോമ്പസിന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റയർ സീറ്റ് കാണിക്കാം. റയർ സീറ്റിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, ഹെഡ് റൂം ആണെങ്കിലും ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണ്. ഇപ്പം ഹെഡ് റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും ആവശ്യത്തിലധികം സ്ഥലമുണ്ട്. അപ്പം ആ ഒരു കംഫേർട്ടിൽ നിങ്ങൾ വേറെ എന്താ പറയുക വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനം തന്നെയാണ്. ഇതൊരു SUV വാഹനം ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. അപ്പം ഇത്രത്തോളം ബൂട്ട് സ്പേസ് ഉണ്ട് ഈ വാഹനത്തിന്. അപ്പം 24 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ്, അതായത് സ്പോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം എന്താ പറയുക, ശരിക്കും ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഫുൾ സൈസ് SUV ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിനുള്ള റീസൺ അറിയില്ല. ഈ വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും മേ ബി. അല്ലെങ്കിൽ ഒരു അമേരിക്കൻ മേഡാണ്, എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്കൊന്നു ജീപ്പ് നമ്മുടെ നാട്ടിൽ അത്രത്തോളം പോപ്പുലർ ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളൊരു 25, അതായത് ഒരു 30 ലക്ഷത്തിൻ്റെ അടിയിൽ വണ്ടി നോക്കുന്ന സമയത്ത് ശരിക്കും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് നോക്കുക. കോമ്പസ് ആണെങ്കിലും അതിൻ്റെ തൊട്ട് മുകളിലുള്ള മെറിഡിയൻ ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിനെ വിലയിരുത്തിയാൽ മതി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആളുകൾ വണ്ടി നോക്കുന്ന സമയത്ത്, ബാക്കി എല്ലാ ബ്രാൻഡ് നോക്കുന്ന സമയത്ത് നമ്മൾ ജീപ്പിനെ കൺസിഡർ ചെയ്യുന്നില്ല, സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നില്ല. ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വണ്ടി തീർച്ചയായിട്ടും എടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നല്ല ഫാമിലി കംഫർട്ട് ഉണ്ട് വാഹനത്തിന്. ഇനിയിപ്പോൾ ഓഫ് റോഡ് കേപ്പബിൾ ആണെങ്കിലും അത്യാവശ്യം നല്ല ഓഫ് റോഡ് കേപ്പബിൾ ആണ്. കാരണം ആ ഒരു DNA ആ വണ്ടിയിൽ നമുക്ക് വിസിബിൾ ആണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.